ഇന്നലെ ഈ ആനയുടെ ചവിട്ടേറ്റ് ഒരു പാപ്പാൻ മരിച്ചിട്ടുണ്ട്. ഇത് ഉത്സവ സ്ഥലത്ത് സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ തന്നെ നോക്കുക, നമ്മൾ ഇത്രയും ഇണക്കി വളർത്തുന്ന ഡോഗ്സ് പോലും ഈ കൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അവർ ഇറിറ്റേറ്റ് ആയിട്ട് മാറുക ചെയ്യുന്നത്. പണ്ട് കാലത്ത് മനുഷ്യര് ഈ കാട്ടിൽ നിന്ന് വരുന്ന മൃഗങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ടും ചെയ്തുകൊണ്ടിരുന്ന ഇത് തന്നെയല്ലേ, പാത്രം കൊട്ടിയും സൗണ്ട് ഉണ്ടാക്കിയും പേടിപ്പിച്ച് ഒട്ടിക്കും, അല്ലെ തീ ഇട്ട് പേടിപ്പിക്കും. ഇത് തന്നെയല്ലേ ഉത്സവ സ്ഥലത്ത് നടക്കുന്നത്. ചറപറ ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ലൈറ്റിന്റെ ഭയങ്കരമായിട്ടുള്ള അറേഞ്ച്മെന്റ്സും ഉണ്ട്. ആനയ്ക്കെന്ന് പറയുന്നത് ഇത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മനുഷ്യരെക്കാട്ടി കൂടുതൽ കേൾക്കാനായിട്ട്, ദൂരോട്ടൊക്കെ കേൾക്കാനായിട്ട് സെൻസ് ഉള്ളവരാണ് ഈ ആനയെന്നൊക്കെ പറയുന്നത്. അപ്പൊ അവരെ നമുക്ക് കേൾക്കുന്നതിൽ കൂടുതൽ അവർക്ക് ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. അവർ സഹിച്ചൊക്കെ നിൽക്കും, കുത്ത് കിട്ടുമല്ലോ അടി കിട്ടുമല്ലോ എന്നൊക്കെ പേടിച്ച്. ഒരു സമയം ആകുമ്പോഴത്തേന് വയലന്റ് ആവും. ഇതാ സംഭവിക്കുന്നത്. ഞാൻ ഈ പറയുന്നതെന്ന് പറയുന്നത് ഈ ജനറേഷനിലുള്ളവരുടെ അടുത്തല്ല, ഇത് കേൾക്കുന്ന കൊച്ചുകുട്ടികളില്ലേ, അതായത് ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയും. അപ്പൊ അവര് വളർന്ന് വലുതായിട്ട് വരുമ്പോൾ അവരുടെ ഒരു ജനറേഷനിൽ ഇതേപോലുള്ള ആനിമൽസിനെ നമ്മൾ ഇതേപോലുള്ള ഫംഗ്ഷൻ ഒഴിവാക്കി കൊടുക്കുക. കാരണം ഒരു സന്തോഷവും ഇതൊന്നും അവർക്ക് നൽകുന്നില്ല. ആന പാപ്പാനെ ചവിട്ടിക്കൊന്ന കണ്ടന്റ് പറഞ്ഞിട്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്തേനെ. അപ്പൊ അതിനകത്ത് താഴെ 2 കമന്റ്സ് വന്നായിരുന്നു. കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തണമെന്ന് തോന്നി, അതുകൊണ്ടിട്ടാണ്. കമന്റ് എന്ന് പറയുന്നത് ഇതാണ്: ബ്രോ ഈ പറഞ്ഞതുപോലെ ഡോഗ്, എലിഫന്റ്, ഹ്യൂമൻ ഇവരുടെ ഹിയറിംഗ് ഫ്രീക്വൻസി ഡിഫറന്റ് ആണ്. സോ ഇതുപോലെ മേളങ്ങൾ നടക്കുമ്പോൾ ആനയ്ക്ക് ഉണ്ടാകണമെന്നില്ല. ഈ പറഞ്ഞ കൺസെപ്റ്റ് ആയിരുന്നെങ്കിൽ ഉത്സവപ്പറമ്പിൽ ഇറങ്ങുന്ന എല്ലാ ആനകളും വയലന്റ് ആകണമായിരുന്നു. ബോസ് ഒരു സംശയം ചോദിച്ചോട്ടെ, കുളിക്കാൻ കൊണ്ടുവന്ന ആന എന്തിനാണ് പാപ്പാനെ കുത്തിക്കൊല്ലുന്നത്? അതായത് ഉത്സവവുമായിട്ട് കണക്ട് ആകാത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ വന്നേക്കുന്നത്. ആദ്യത്തേതിനകത്ത് പറഞ്ഞത് സൗണ്ട് ഫ്രീക്വൻസിയുടെ കാര്യമാണ്. മനുഷ്യന് ഒഡിബിളായിട്ടുള്ള കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി എല്ലാവർക്കും അറിയാമായിരിക്കും, സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്. 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെ ആ ഒരു ചെറിയ റേഞ്ചിലുള്ളതാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അതിനെക്കാട്ടിൽ കുറച്ച് കേൾക്കാൻ പറ്റത്തില്ല, കൂടുതലാണെന്നുണ്ടെങ്കിലും പറ്റത്തില്ല. ഡോഗ്സിന്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യനെക്കാട്ടിൽ ഈ റേഞ്ച് അവർക്ക് കൂടുതലാണ്. ആനയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോവർ ഫ്രീക്വൻസി ഇതിനെക്കാട്ടിൽ കുറച്ച് ഫ്രീക്വൻസി കേൾക്കാം. അതായത് വളരെ ചെറിയ ഫ്രീക്വൻസിയിലുള്ള സൗണ്ടും നമുക്ക് കേൾക്കാൻ പറ്റാത്തത് പലതും അവർക്ക് കേൾക്കാം. ഹൈ ഫ്രീക്വൻസി കുറവുമാണ്. ആനയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോഗ്സിനെ ഇണക്കി വളർത്തുന്നത് പോലെ ഒരിക്കലും ആനയെ ഇണക്കി വളർത്താനായിട്ട് പറ്റത്തില്ല. ആനയെ മെരുക്കിയാണ് വളർത്തുന്നത്. മെരുക്കി വളർത്തുക എന്ന് പറഞ്ഞാൽ എന്തുവാണെന്നറിയാമല്ലോ, റെസ്ട്രിക്റ്റ് ചെയ്യുവാണ്. കാട്ടിൽ നിന്ന് ആനയെ കൊണ്ടുവരുന്നതിന് ശേഷം ചെറിയൊരു ആനയുടെ ജയില് പോലൊരു സംഭവം ഉണ്ടല്ലോ, ആനക്കുട്ടിൽ അതിനകത്ത് കുറച്ച് നാൾ ഇട്ടിട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ ഫുഡ് കൊടുക്കുകയും പിന്നീട് പുറത്തോട്ടിറക്കുകയും ചെയ്യുന്നു. പുറത്തോട്ടിറങ്ങുമ്പോഴും ചങ്ങലയ്ക്കകത്ത് ഇട്ടിട്ടാണ് കൊണ്ടുവരുന്നത്. പാപ്പാന്റെ കയ്യിൽ തോട്ടി കാണും, കൺട്രോൾ ചെയ്യുവാണ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നു. ആന കാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അതിന്റെ അവസ്ഥ എന്തുമായിരിക്കും? മനുഷ്യനെ കാണുമ്പോൾ വയലന്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഈ ഓരോ അറ്റാക്ക് ചെയ്യുന്നതിനും ആനയ്ക്ക് പണിഷ്മെന്റുകൾ കിട്ടുന്നു. അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ആനയുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. അവിടെ പ്രതിരോധ സംവിധാനം എന്നൊക്കെ പറയത്തില്ലേ, ഡോഗ്സിനും ഉണ്ട്, മനുഷ്യനും ഉണ്ട്, ആനയ്ക്കും ഉണ്ട്. ആന പ്രതിരോധിക്കാൻ തോന്നുന്നു, ആക്രമിച്ച് പ്രതിരോധിക്കാൻ തോന്നുന്നു. ഓരോ ആക്രമണത്തിനും അതിന് കിട്ടുന്നത് പെയിനാണ്. പെയിൻ, ഭക്ഷണമില്ലാത്ത അവസ്ഥ, റെസ്ട്രിക്ഷൻ, ഫ്രീഡം ബ്രേക്ക് ആവുന്നു. ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് ആന അതിന്റെ ഡിഫൻസ് മെക്കാനിസം പതുക്കെ മാറ്റിക്കൊണ്ടുവരും. അതായത് പ്രതികരിക്കാതെ നിൽക്കുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാലും മൈൻഡ് ചെയ്യാതെ നിൽക്കുമ്പോൾ ഒക്കെയാണ് അതിന് പ്രശ്നമൊന്നുമില്ലാതിരിക്കുന്നത്. സെൽഫ് റിവാർഡിങ് ആണ്. ഇതാണ് ഭേദം എന്നൊരവസ്ഥയിലോട്ട് വരുമ്പോൾ പതുക്കെ അതിന്റെ ഡിഫൻസ് മെക്കാനിസം ചേഞ്ച് ആകുകയും ആക്രമണം എന്നുള്ളത് പതുക്കെ ഇല്ലാതായി തീരുകയും ചെയ്യും. ഇത് എന്നും വെച്ചിട്ട് ഇത് ആനയുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇൻസ്റ്റിങ്റ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു ആനിമലാണ് ആന എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കോൺഷ്യസ് മൈൻഡിൽ ഇതിനെ അടങ്ങി നിൽക്കുന്നതാണ് നല്ലത് എന്നൊരു ചിന്ത വളരെ കുറച്ചുണ്ടെന്നുണ്ടെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതിങ്ങനെ കിടക്കും. ഏതെങ്കിലും ഒരു വിധത്തിൽ ഇവർക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അവസ്ഥകൾ വ്യതിയാനം ഉണ്ടാകാമല്ലോ. മനുഷ്യനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മൂഡ് ഒരുപോലെ ആയിരിക്കത്തില്ല, മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയത്തില്ലേ. ഇതേപോലെ ആനയ്ക്കും ഉണ്ട് അതിന്റെ മതപ്പാടെന്നൊക്കെ പറയുന്നത്. അതിന് പെയിൻഫുള്ളും ആണ്, ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർക്ക് പെയിൻ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. ആ സമയത്ത് ഇവർ പെട്ടെന്നൊരു പെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ ചെയ്യുന്നത്? ഒരാൾ പെട്ടെന്ന് നമ്മുടെ പുറകെ കൂടെ ഒന്നൊരടി തരുന്നു, ഇങ്ങനെ നമ്മൾ ആദ്യം ഇങ്ങനെ ഒന്ന് വീശിയിട്ടായിരിക്കും ചിലർ റിയാക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. ആ ഒരു റിയാക്ഷൻ വരുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. തീർച്ചയായിട്ടും അത് ബോധപൂർവമല്ല പ്രതികരിക്കുന്നത്. ഇങ്ങനെ ഒന്ന് പ്രതികരിക്കുകയും ആ പ്രതികരണത്തിൽ മനുഷ്യൻ പേടിച്ചു മാറുന്നു എന്ന് കാണുകയും ചെയ്യുന്നതോടുകൂടി ആന പഴയ അവസ്ഥയിലോട്ട് പെട്ടെന്ന് തിരിച്ചു പോവാം. അങ്ങനെ സംഭവിക്കാം. വേദന വരുന്ന സമയത്ത് ഈ ചെണ്ടേടിയും അതേപോലെ ഉത്സവ സ്ഥലത്തെ വലിയ ബഹളങ്ങൾ, പടക്കം പൊട്ടിക്കുന്ന സൗണ്ട്, ലൈറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നു. ഇതെല്ലാം എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ അറിയാതെ മനുഷ്യനാണെന്നുണ്ടെങ്കിലും അവിടെ നിൽക്കുമ്പോഴത്തേനും ഒരു ട്രാൻസ്സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ട്. ഡോഗ്സിന്റെ ഒക്കെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് ഏകദേശം പോകുന്നതെന്നുണ്ടെങ്കിലും വ്യത്യാസമുണ്ട് കേട്ടോ. മനുഷ്യരുമായിട്ട്
ഒരുവിധം നന്നായിട്ട് ഇണങ്ങിയാ വളരുന്നത്, അല്ല നമ്മളെ മെരുക്കി വളർത്തുകയല്ല. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അധികം യൂസ് ചെയ്തുകൊണ്ടാ മിക്ക കാര്യങ്ങളും പഠിപ്പിച്ച് പോകുന്നത്. പഠിച്ചില്ല എന്നുണ്ടെങ്കിലും ഡോഗ്സ് മനുഷ്യന്റെ കൂടെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തല്ലേ നടക്കുന്നത്. നമ്മൾ നന്നായിട്ട് കുഞ്ഞിലെ മുതലേ വീട്ടിൽ വളർത്തുന്ന ഒരു ഡോഗ് നമ്മുടെ കൂടെ തന്നെ ഫോളോ ചെയ്ത് ഇങ്ങനെ നടക്കും. ഇങ്ങനെ ആന നടക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. ഒരു ആന നടക്കുന്നത് തന്നെ 40 കിലോമീറ്ററോളം ഒക്കെ ആവറേജ് ഒരു ദിവസം നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആനിമലിനെ നമ്മൾ കൊണ്ടുവന്ന് നമുക്ക് ഇത്രയും ഏരിയ നടത്താനായിട്ടുണ്ടോ? ഇല്ല. അവരുടെ നോർമൽ ലൈഫ് സ്റ്റൈൽ എല്ലാം ചേഞ്ച് ആകുമല്ലേ നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേന്. ആന ഡിഫറൻ്റ് ആണ്. കരയിലെ ഏറ്റവും വലിയ ആനിമലാണ്. മനുഷ്യന് ഫിസിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് ടൂൾസ് ഉപയോഗിച്ച് മാത്രമേ ആനയെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ടൂൾസ് ഒന്നും പോസിറ്റീവ് ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലല്ലോ അവിടെ വരുന്നത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്തിട്ടല്ല അധികം വരുന്നത്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കൂടാണ് ആനയെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനൊരിക്കലും പഠിപ്പിക്കുന്നില്ല. റെസ്ട്രിക്ഷൻസ് അല്ലേ വരുന്നുള്ളൂ. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ആ രീതിയിൽ പോകുന്നു. നമ്മൾ മനുഷ്യനെ ആണെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ ആരെങ്കിലും പഠിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ സഹിച്ച്, ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ അത് പിടിച്ചു വെച്ചേക്കും. പക്ഷെ ഏതെങ്കിലും ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ആയി പോകത്തില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളെ ഇവിടെ നടക്കുന്നുള്ളൂ. ഇപ്പൊ ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പറയുന്നു. ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആന പാപ്പാനെ എന്തുകൊണ്ട് കുത്തിക്കൊല്ലുന്നു എന്നുള്ളതാണ് ചോദിച്ചത്. ആനയുടെ മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതേപോലുള്ള ഒരുപാട് ചിന്തകൾ വന്നു പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ട്രിഗർ ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊരു വയലന്റ് മോഡിലോട്ട് പോകും. ഈ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചാണ് അതിന്റെ ലൈഫ് അവിടം വരെ വന്നേക്കുന്നത്. എപ്പോ ആ ഒരു പാസ്റ്റ് ലൈഫിലേക്ക് പോയി കഴിഞ്ഞാലും പെട്ടെന്ന് ഇത് വയലന്റ് ആവും. ഇതെന്നല്ല, ഏത് ആനിമലും ഇൻക്ലൂഡിങ് മനുഷ്യൻ ആണെന്നുണ്ടെങ്കിലും വയലന്റ് ആവും. ആ ഒരു അവസ്ഥയിൽ എതിരെ നിൽക്കുന്നത് പാപ്പാനാണോ അല്ലെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ഒരാളാണോ ഇങ്ങനൊന്നും നോക്കത്തില്ല. പെട്ടെന്ന് റിയാക്ഷൻ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. ആ റിയാക്ഷനിൽ അവർ പേടിക്കുന്നു, പാനിക് ആവുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആനിമലിന് കോൺഫിഡന്റ് ആവുകയും അത് കംപ്ലീറ്റ് ചെയ്ത് അയാളെ കൊന്നിട്ട് പോവുകയും ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ആനയെ യഥാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ ഒരു ടെറിട്ടറി നമുക്ക് സൃഷ്ടിക്കാൻ പോലും പറ്റത്തില്ല. ആനയ്ക്ക് പറ്റുന്ന, ഡോഗ്സിനൊക്കെ പറ്റുന്ന പോലെ, പൂച്ചയ്ക്കൊക്കെ പറ്റുന്ന പോലെ ഒരു ടെറിട്ടറി ആനയ്ക്ക് വേണ്ടിയിട്ട് സൃഷ്ടിക്കാനായിട്ട് മനുഷ്യന് സാധ്യമല്ല. നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് അത്രയും കുറവല്ലേ. ഇപ്പൊ ഒരു അമ്പലത്തിന്റെ അകത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു തറവാടിന്റെ സെറ്റപ്പിനകത്തോ ഒക്കെ എന്ന് പറയുമ്പോഴത്തേന് വളരെ കുറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ഈ ആനയെ നമ്മൾ വളർത്തുന്നതെന്ന് പറയുന്നത്. നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ എല്ലാ റിക്വയർമെന്റ്സും അവിടെ കഴിഞ്ഞു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇത് മാത്രമാണോ ലൈഫ്? ഫുഡും റെസ്റ്റും മാത്രമാണ് ലൈഫ് എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആലോചിക്കാവുന്നതാണ്. അത് മാത്രമല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. നമ്മൾ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇതെന്തായാലും ഒരിക്കലും ഈ ജനറേഷനിലുള്ള ആനയെ ഇഷ്ടപ്പെടുന്നവര്, ആനയെ ഇഷ്ടപ്പെടുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നവര്, ആനയെ ഉത്സവത്തിന് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് മനസ്സിലാവത്തില്ല. നമ്മൾ അവരോട് പറഞ്ഞതല്ല, ഞാൻ ആ ഷോർട്സിന്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ വീഡിയോ കേൾക്കുന്നതിനകത്ത് ഒരു 4-5 കൊച്ചു കുട്ടികളൊക്കെ കേട്ട് കഴിഞ്ഞാൽ, നെക്സ്റ്റ് ജനറേഷൻ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നുണ്ടെങ്കിൽ ചെയ്യാം. അടുത്ത ജനറേഷനിലോട്ട് വരുമ്പോൾ ഇതൊക്കെ പതുക്കെ ഒഴിവായിട്ട് വരണമെന്നാണ് ആഗ്രഹം എന്ന് പറയുന്നത്. ലോകമെമ്പാടും പല പഠനങ്ങൾ നടന്നിട്ടുണ്ട് ആനയെ മനുഷ്യനെ ഇണക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട്. എങ്ങും അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. മെരുക്കിയാണ് എടുക്കുന്നത്. അത് മാത്രം ആലോചിച്ചാൽ മതി.